ഹാർദിക് പാണ്ഡ്യയും അതുപോലെ സഞ്ജു സാംസണും ഇന്ത്യൻ ടീമിന്റെ കറിവേപ്പില എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ സ്ക്വാഡ് പ്രഖ്യാപിച്ച സമയത്ത് അത് ഹാർദിക് പാണ്ഡ്യ ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്, എന്നാൽ സഞ്ജു സാംസൺ ഇടം പിടിച്ചിട്ടില്ല. പിന്നെ ഈ ഒരു കണ്ടന്റിലേക്ക് കടക്കുന്ന മുമ്പായിട്ടൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ ചാനലിനെ പറ്റി എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എൻ്റെ അവതരണത്തെ പറ്റി, പിന്നെ എൻ്റെ ഞാൻ പല കാര്യങ്ങളും തുറന്നടിച്ച് പറയുന്ന ആളാണ്. അല്ലാതെ അങ്ങനെ പേടിച്ച് ഒരു എന്തെങ്കിലും അനീതി കണ്ടു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് തുറന്നടിച്ച് പറയുന്ന ഒരു യൂട്യൂബറാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ സഞ്ജു സാംസന്റെ കേസ്, സഞ്ജു സാംസൺ ടീമിലെടുക്കാൻ വേണ്ടി നമ്മുടെ ഗൗതം ഗംഭീർ സെലക്ഷൻ കമ്മിറ്റിയെ സമീപിച്ചു. ഋഷഭ് പന്തിനെ എടുക്കുന്നതിന് പകരം സഞ്ജു സാംസനെ സെക്കൻഡ് വിക്കറ്റ് കീപ്പർ ആയിട്ട് ഉൾപ്പെടുത്തണം. എന്നാൽ തടയാൻ കാരണം നമ്മുടെ അഗാർക്കർ മാമനും അതുപോലെ രോഹിത് ഗുരുനാഥ് പേട്ട ശർമ്മയും കൂടിയാണ്, രണ്ടുപേരും കൂടിയാണ്, അഗാർക്കറും കൂടിയാണ് സഞ്ജുവിനെ വേണ്ട, ഋഷഭ് പന്ത് മതി എന്നുള്ള കാര്യം പറഞ്ഞത്. പിന്നെ ഗംഭീർ സെലക്ഷൻ കമ്മിറ്റിക്ക് ഒരു സജഷൻ വെച്ചിരുന്നു, ഹാർദിക് പാണ്ഡ്യയെ വൈസ് ക്യാപ്റ്റൻ ആക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. എന്നാൽ അത് കേൾക്കാതെ രോഹിതിന്റെയും അതുപോലെ പേട്ട രോഹിതിന്റെയും അഗാർക്കർ വാണത്തിന്റെയും സജഷൻ പ്രകാരമാണ് ഗില്ലിനെ വൈസ് ക്യാപ്റ്റൻ ആക്കിയത്. എന്തായാലും വെറും ഊളത്തരാണ് നടത്തിയത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം. പിന്നെ ഋഷഭ് പന്തിന് സഞ്ജുവിന്റെ കമ്പാരിസൺ പെർഫോമൻസിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്ത് മടുത്തു. അതൊക്കെ ഏത് അരിയാഹാരം കഴിക്കുന്നവന് അറിയാം, ആരാണ് ബെറ്റർ എന്നുള്ളതൊക്കെ അറിയാം. സഞ്ജു കളിച്ചിട്ടുള്ളതും അതൊക്കെ അറിയാം. പിന്നെ ഹാർദിക് പാണ്ഡ്യന്റെ കാര്യം ആലോചിക്കുമ്പോൾ വളരെയധികം സങ്കടമുണ്ട്. എന്തുകൊണ്ടും വൈസ് ക്യാപ്റ്റനാണ് ഡിസേർവിംഗ് ഹാർദിക് പാണ്ഡ്യ ആയിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ.